തിരുവനന്തപുരം ചെങ്കൽ യു.പി. സ്കൂളിലെ 7ാം ക്ലാസ്സുകാരിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട വിദ്യാഭ്യാസ മന്ത്രി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. ക്രിസ്മസ് ആഘോഷത്തിനിടെ സ്കൂളിൽ വെച്ച് കുട്ടിക്ക് പാമ്പുകടിയേൽക്കുകയായിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത്. അഞ്ജു, ക്ലാസ് മുറി ആഘോഷത്തിനിടെയാണ് സ്കൂളിൽ നിന്നും വിദ്യാർത്ഥിനിക്ക് ഇത്തരത്തിൽ പാമ്പുകടിയേൽക്കുന്നത്. ഏറെ ഗുരുതരമായ വിഷയം തന്നെയാണ്. ഇതിൽ മന്ത്രിയുടെ ഇടപെടൽ ഏത് രീതിയിലാണ്? ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സ്കൂളിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ സ്കൂളിലെ അറ്റകുറ്റപ്പണികളൊക്കെ യഥാക്രമം നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സ്കൂൾ പരിസരം അത് കാട് മൂടിക്കിടക്കുകയായിരുന്നു എന്ന അടക്കമുള്ള ആരോപണം ഈ സംഭവത്തിന് പിന്നാലെ വലിയ തരത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള കൃത്യമായ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകുമെന്നാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമായിരുന്നു. ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടയിലാണ് ഈ കുട്ടിക്ക് 7ാം ക്ലാസ്സുകാരിക്ക് നേഗയ്ക്ക് കാലിൽ പാമ്പ് കടിയേൽക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കൃത്യമായ അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് ഉടൻ തന്നെ ലഭിച്ചതിന് ശേഷം മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അഞ്ജു.